നോമ്പുകാല ധ്യാന ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൽ പ്രിയരെ, ടുഡേസ് മെഡിറ്റേഷൻ ഈസ് ടേക്കൻ ഫ്രം Deuteronomy chapter 5, 6-22. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 6 മുതൽ 22 വരെയുള്ള 10 കൽപ്പനകളെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. ധാർമ്മികമായി ഉന്നത നിലവാരം പുലർത്തുന്നവർക്ക് കൽപ്പനകൾ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. ആചാരപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല കൽപ്പനകൾ നൽകുന്നത്, പിന്നെയോ ധാർമ്മികമായും സാൻമാർഗികമായുള്ള ദർശനം സൂക്ഷിക്കേണ്ടതിനും നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നതിനും വേണ്ടിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് തന്നെ വെളിപ്പെടുത്തുന്ന ദൈവം, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമാകുന്നു എന്ന ഉടമ്പടിയിൽ നിന്നുളവാകുന്ന 10 കൽപ്പനകളിൽ ആദ്യ 4 കൽപ്പനകൾ ദൈവത്തോടുള്ള അനുസരണം അല്ലെങ്കിൽ വിധേയത്വം ആണ്. ഒടുവിലത്തെ 6 കൽപ്പനകൾ സമൂഹത്തിൽ ഐക്യതയും യോജിപ്പും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഈ കൽപ്പനകൾ ദൈവത്തിന്റെ ആധികാരികത മനസ്സിലാക്കുവാനും ദൈവത്തിൽ സമ്പൂർണമായി വിധേയപ്പെടുവാനും നമ്മെ പ്രാപ്തരാക്കുന്നു. ഇന്നും വിശ്വാസികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഘടകങ്ങളാണ് ഈ 10 കൽപ്പനകളിലുള്ളത്. പുതിയ നിയമവ്യവസ്ഥയിൽ പാപത്തിന്റെ അധീശത്വത്തിൽ നിന്ന് നിത്യജീവന്റെ പൂർണ്ണതയിലേക്ക് നമ്മെ കൊണ്ടുവന്ന ദൈവം, യഹോവയായ ഞാൻ നിന്റെ ദൈവം ആകുന്നു എന്നരുളി ചെയ്യുന്നു. ഈ ദൈവം നാം എന്തായിരിക്കണം എന്നും എങ്ങനെ ആകണം എന്നും കൽപ്പനകളിലൂടെയും നിയമങ്ങളിലൂടെയും ഓർമ്മപ്പെടുത്തുന്നു. മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ ദേശത്ത് ഐശ്വര്യവും ദീർഘായുസ്സും ഉണ്ടാകും. കൊല ചെയ്യരുത് എന്നത് സാമൂഹിക ദ്രോഹത്തെ സൂചിപ്പിക്കുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പന വിവാഹ ജീവിതത്തെ സംരക്ഷിക്കുവാനുള്ളതാണ്. മോഷ്ടിക്കരുത്, കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് എന്നത് സാമൂഹിക ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അപകടത്തെയും സാമൂഹിക അരക്ഷിതാവസ്ഥയും മുൻകൂട്ടി അറിയിക്കുന്നു. ഇന്നും നാം ജീവിക്കുന്ന ആധുനിക ചുറ്റുപാടുകളിൽ എല്ലാ നിയമസംഹിതകളും ദൈവം മോശയ്ക്ക് കൊടുത്ത ഈ കൽപ്പനകളെ ചുറ്റിപ്പറ്റിയുള്ളതാണ് എന്ന് നമുക്ക് കാണാം. ആയതിനാൽ ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഈ 10 കമാൻഡ്മെന്റ്സ് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ജീവിക്കണം. അതുകൊണ്ട് തന്നെ 10 കൽപ്പനകൾ പാലിക്കാത്തവർക്ക് ദൈവസന്നിധിയിലെ നിലനിൽപ്പ് ഒരു ചോദ്യചിഹ്നമാണ്. ആധുനിക ലോകത്ത് മീഡിയയുടെ ഉപയോഗങ്ങൾ ഈ കൽപ്പനകളെ വിവിധ രൂപങ്ങളിലൂടെ പാലിക്കപ്പെടാതിരിക്കാൻ ദുഷ്ടൻ പ്രചോദിപ്പിക്കുന്നു. ഇത് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഉന്നതിക്ക് തടസ്സമാകുന്നുവോ എന്ന് ചിന്തിക്കണം. സഹോദരനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുമ്പോൾ നാം കൊലപാതകിയോ കള്ളസാക്ഷിയോ ആകാം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്ന് പുതിയ നിയമത്തിൽ പറയുന്നു. മോഹത്താൽ കൽപ്പന ലംഘനക്കാരനായി തീരുന്നുവോ? ദൈവനാമം വൃഥാവാക്കി തീർക്കുന്ന ആരാധനക്രമം നാം അനുഷ്ഠിക്കുന്നവരോ? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ദൈവം ഇന്നും എന്നും തലമുറ തലമുറയായി നമ്മുടെ ദൈവം ആയിരിക്കട്ടെ. ഇന്ന് വിശ്വാസവും ആരാധനയും ലാഘവത്തോടെ കാണുന്നവരുണ്ട്. എന്നാൽ കൽപ്പനകൾ ദൈവത്തോട് സമ്പൂർണ്ണ വിധേയത്വം ആവശ്യപ്പെടുന്നു. കൽപ്പനകളെ ജാഗ്രതയോടെ പാലിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ.